ഇതാണ് ജമൈക്ക, കരീബിയൻ കടലിൽ ക്യൂബയുടെ തീരത്തിനടുത്തുള്ള ഒരു ചെറുദ്വീപ്. ജമൈക്ക എന്ന പേര് കേട്ടാൽ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്ന കാഴ്ച പിന്നീടും ജമൈക്കയെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് അവിടുത്തെ മനോഹരമായ ബീച്ചുകളെ കുറിച്ചാണ്. എന്നാൽ ജമൈക്കയിൽ വേറൊരു ലോകപ്രശസ്ത വിഭാഗം കൂടെയുണ്ട്. ഡാൻസ്, ഡ്രെഡ്ലോക്സ്. ഇവരാണ് റാസ്താഫാരികൾ. നീളം കൂട്ടിയ മുടി പിരിച്ചു കെട്ടുകയും ആത്മീയ അവബോധത്തിനായി കഞ്ചാവ് വലിക്കുന്നതുമാണ് ഇവരുടെ പ്രധാന സവിശേഷതകളിൽ ചിലത്. റാസ്താഫാരി പ്രസ്ഥാനം അല്ലെങ്കിൽ റാസ്താഫാരിയനിസം എന്ന മതത്തിൽ വിശ്വസിക്കുന്നവരെ റാസ്താഫാരികൾ അല്ലെങ്കിൽ റാസ്താസ് എന്ന് വിളിക്കുന്നു. എന്നാൽ നീണ്ട മുടിക്കും കഞ്ചാവിനും അപ്പുറം റാസ്താഫാരി പ്രസ്ഥാനത്തെക്കുറിച്ച് അറിയണമെങ്കിൽ അറ്റ്ലാന്റിക് അടിമ വ്യാപാരവും പാൻ ആഫ്രിക്കൻ സങ്കല്പത്തെക്കുറിച്ചും അറിയേണ്ടിയിരിക്കുന്നു. റാസ്താഫാരിയുടെ ഉത്ഭവം മനസ്സിലാക്കാൻ നമുക്ക് ആദ്യം ജമൈക്കയുടെ ചരിത്രം പരിശോധിക്കാം. ആദിവാസി ജനത ആദ്യം താമസിച്ചിരുന്ന ജമൈക്ക 1494 ക്രിസ്റ്റഫർ കൊളംബസിന്റെ വരവിനെ തുടർന്ന് സ്പാനിഷ് ഭരണത്തിന് കീഴിലായി. പല ആദിവാസികളും രോഗപ്രതിരോധ ശേഷിയില്ലാത്ത രോഗങ്ങൾ മൂലം മരിക്കുകയോ സ്പാനിഷുകാരാൽ കൊല്ലപ്പെടുകയോ ചെയ്തു. പിന്നീട് സ്പാനിഷുകാർ ധാരാളം ആഫ്രിക്കക്കാരെ അടിമകളാക്കി ജമൈക്കയിലേക്ക് കൊണ്ടുവന്നു. 1655 ഇംഗ്ലണ്ട് കീഴടക്കുന്നതുവരെ ദ്വീപ് സ്പെയിനിന്റെ കൈവശമായിരുന്നു. ജമൈക്കയിൽ നിലനിന്നിരുന്ന പ്ലാന്റേഷൻ സമ്പദ് വ്യവസ്ഥ ആഫ്രിക്കൻ അടിമകളെയും പിന്നീട് അവരുടെ പിൻഗാമികളെയും ആശ്രയിച്ചു. അങ്ങനെ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിന് കീഴിൽ ജമൈക്ക ഒരു മുൻനിര പഞ്ചസാര കയറ്റുമതിക്കാരനായി. എന്നാൽ ഇതിന് ആഫ്രിക്കൻ അടിമകൾക്ക് വലിയ വില നൽകേണ്ടി വന്നു. വർഷങ്ങളോളം അവർക്ക് ബ്രിട്ടീഷുകാരുടെ ക്രൂരതയും കഠിനമായ പീഡനവും നേരിടേണ്ടി വന്നു. 1838 ബ്രിട്ടീഷുകാർ എല്ലാ അടിമകളെയും പൂർണ്ണമായും മോചിപ്പിച്ചു. മോചിതരായ ആഫ്രിക്കക്കാരിൽ പലരും ജമൈക്കയിൽ തന്നെ തുടരാൻ തീരുമാനിച്ചു. എന്നാൽ മോചനത്തിന് ശേഷം പോലും മുൻ അടിമകളുടെയും അവരുടെ പിൻഗാമികളുടെയും ജീവിതം മെച്ചപ്പെട്ടില്ല. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഒരുപാട് കറുത്ത വർഗക്കാർ ക്രിസ്തുമതം സ്വീകരിച്ചു. അങ്ങനെയുള്ളവരിൽ ബൈബിളിലെ ചില വചനങ്ങൾ പ്രത്യാശ ഉണർത്തി. ഉദാഹരണത്തിന് സങ്കീർത്തനം 68:31 പ്രിൻസസ് ഷാൽ കം ഔട്ട് ഓഫ് ഈജിപ്റ്റ് ആൻഡ് എഥിയോപ്യ ഷാൽ സൂൺ സ്ട്രെച്ച് ഔട്ട് ഹർ ഹാൻഡ്സ് അൺടു ഗോഡ് എന്ന് പ്രവചിക്കുന്നു. യൂറോപ്യൻ കൊളോണിയൽ ഭരണത്തിന് കീഴിൽ വരുന്നതിന് മുമ്പ് ആഫ്രിക്കയ്ക്ക് പറയത്തക്ക ചരിത്രമൊന്നും ഇല്ലെന്നായിരുന്നു അക്കാലത്ത് നിലനിന്നിരുന്ന ശക്തമായ ആശയം. കറുത്ത വർഗക്കാരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാൻ വെള്ളക്കാർ ഇത്തരം വാദങ്ങൾ ആയുധമായി ഉപയോഗിച്ചിരുന്നു. എന്നാൽ ആഫ്രിക്കയെക്കുറിച്ചുള്ള ബൈബിളിലെ നിരവധി പരാമർശങ്ങൾ ഈ വാദത്തെ വെല്ലുവിളിച്ചു. തങ്ങളുടെ മേൽ ഭരിച്ചിരുന്ന വെള്ളക്കാരുടെ ചരിത്രത്തെക്കാൾ പഴക്കവും പ്രാധാന്യവും ഉള്ളതുമായ ഒരു ചരിത്രം തങ്ങൾക്കുണ്ടെന്ന അറിവ് ജമൈക്കക്കാരിൽ ഉടലെടുത്തു. ഇതേ സമയം തന്നെ ജമൈക്കയിലെ ദേശീയ നായകന്മാരിൽ ഒരാളായ മാർക്കസ് ഗാർവി ബാക്ക് ടു ആഫ്രിക്ക പ്രസ്ഥാനം സൃഷ്ടിച്ചു. ആഫ്രിക്കയിലെ ജനങ്ങളുടെ പുരോഗമനത്തിനായി ഒരു ബഹുജന പ്രസ്ഥാനം സൃഷ്ടിച്ച ആദ്യത്തെ വ്യക്തികളിൽ ഒരാളായിരുന്നു ഗാർവി. 1920കളിൽ അദ്ദേഹം ആഫ്രിക്കയിൽ ഒരു രാജാവിന്റെ ഭാവി കിരീടധാരണത്തെക്കുറിച്ച് പതിവായി പരാമർശിച്ചിരുന്നു. അദ്ദേഹം തന്റെ അനുയായികളോട് പറയുമായിരുന്നു, ആഫ്രിക്കയിലേക്ക് നോക്കൂ, ഒരു കറുത്ത രാജാവ് കിരീടധാരണം ചെയ്യും, അവൻ നിങ്ങളുടെ രക്ഷകനാകും. ഗാർവിയുടെ ആശയങ്ങളും ബൈബിളിലെ വചനങ്ങളും ജമൈക്കയിലെ പാവപ്പെട്ട സമൂഹങ്ങൾക്കിടയിൽ ആഫ്രിക്കയെ ഒരു പറുദീസയുടെ സ്ഥാനത്തേക്ക് ഉയർത്തി. അങ്ങനെ ജമൈക്കക്കാർ ആഫ്രിക്കയിലേക്ക് മടങ്ങുകയാണ് തങ്ങളുടെ ജീവിത ലക്ഷ്യം എന്ന് സങ്കല്പിക്കാൻ തുടങ്ങി. അങ്ങനെയിരിക്കെയാണ് 1930 എഥിയോപ്യയുടെ ഭരണാധികാരിയായി റാസ് തഫാരി മെക്കോണനെ കിരീടധാരണം ചെയ്തത്. ഹേലെ സെലാസി ഒന്നാമൻ എന്ന രാജകീയ നാമമാണ് അദ്ദേഹം സ്വീകരിച്ചത്. സോളമൻ രാജാവിന്റെ പിൻഗാമിയാണെന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന സെലാസി രാജാക്കന്മാരുടെ രാജാവ്, പ്രഭുക്കന്മാരുടെ പ്രഭു, ജൂതഗോത്രത്തിന്റെ സിംഹം എന്നീ പദവികൾ ഏറ്റെടുത്തു. ഗാർവി പ്രവചിച്ച കറുത്ത രാജാവ് ഹേലെ സെലാസി തന്നെയാണെന്ന് ചിലർ വ്യാഖ്യാനിച്ചു. ഈ സംഭവങ്ങൾക്ക് ചിലർ മതപരമായ പ്രാധാന്യവും നൽകി. ജമൈക്കൻ പ്രസംഗകർ സെലാസിയുടെ ഭരണാധികാരത്തെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. 1930കളുടെ മധ്യത്തോടെ സെലാസിയെ ദൈവത്തിന്റെ ജീവനുള്ള പ്രതിരൂപമായി അനുയായികൾ കണക്കാക്കാൻ തുടങ്ങി. ചിലർ ഹേലെ സെലാസി യേശുവിന്റെ രണ്ടാം വരവാണെന്ന് വിശ്വസിച്ചു. ആഫ്രിക്കയിലെയും ആഫ്രിക്കൻ പ്രവാസികളെയും സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്ന മിഷിഹായായിട്ട് പലരും സെലാസിയെ കണ്ടു തുടങ്ങി.
അങ്ങനെ അവർ ഒരു പ്രസ്ഥാനത്തിന് രൂപം നൽകി. എന്നിട്ട് അതിന് സെലാസിയുടെ ജന്മനാമമായ റാസ്തഫാരി എന്നത് ചുരുക്കി റാസ്തഫാരി എന്ന് പേര് നൽകി. ഔപചാരികമായ ഒരു കേന്ദ്രസഭ യാഥാർത്ഥ്യമായില്ലെങ്കിലും പുരാതന ഇസ്രായേലിയരുടെ വംശത്തിലുള്ള വിശ്വാസം, കറുത്ത മേധാവിത്വം, അടിച്ചമർത്തപ്പെട്ട ഭൂമിയിൽ നിന്ന് ആഫ്രിക്കയിലേക്കുള്ള തിരിച്ചുവരവ് എന്ന ആശയങ്ങളിലൂടെ റാസ്തഫേറിയനിസം പൊതുവായ അടിസ്ഥാനം കണ്ടെത്തി. ഇന്ന് റാസ്തഫേറിയനിസത്തെ ചിലർ മതപ്രസ്ഥാനമായി കാണുമ്പോൾ മറ്റു ചിലർ ഇതിനെ ഒരു സാമൂഹിക പ്രസ്ഥാനമായി കണക്കാക്കുന്നു. ബൈബിളിന്റെ ഒരു പ്രത്യേക വ്യാഖ്യാനത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് റാസ്ത വിശ്വാസങ്ങൾ. ഇവർ ജാ എന്ന് വിളിക്കുന്ന ഏകദൈവത്തെ ആരാധിക്കുന്നു. യേശുക്രിസ്തു റാസ്തഫാരിയിലെ ഒരു പ്രധാന വ്യക്തിയാണ്. യേശു ഒരു കറുത്ത ആഫ്രിക്കക്കാരനാണെന്നും വെളുത്ത യേശു ഒരു വ്യാജ ദൈവമാണെന്നും അവർ വിശ്വസിക്കുന്നു. റാസ്തഫാരിയിൽ കഞ്ചാവ് ഒരു കൂദാശയായി കണക്കാക്കപ്പെടുന്നു. കഞ്ചാവ് ഉപയോഗിക്കുന്നത് ബൈബിളിൽ നിരോധിച്ചിട്ടില്ല എന്നാണ് റാസ്താസ് വാദിക്കുന്നത്. സമാധാനവും സ്നേഹവും കൂടാതെ പുകവലിക്കാർക്ക് അവരുടെ ആന്തരിക ദിവ്യത്വവും കണ്ടെത്താൻ കഞ്ചാവ് സഹായിക്കുന്നു എന്നാണ് വാദം. കഞ്ചാവ് പുക സമൂഹത്തിലെ അധാർമിക ആചാരങ്ങളെ പ്രതിരോധിക്കുന്ന ഒരു ധൂപവർഗമായി പ്രവർത്തിക്കുന്നു എന്നാണ് ചില റാസ്തകൾ വിശ്വസിക്കുന്നത്. റാസ്തഫാരി സംഗീതത്തിൽ ഡ്രമ്മിംഗ്, ഗാനാലാപനം, നൃത്തം എന്നിവയുണ്ടാവും. ജായെ പ്രശംസിക്കാനും ആശയവിനിമയം നടത്താനും റാസ്ത സംഗീതം ഉപയോഗിക്കുന്നു. ജലദോഷം, പനി, തലവേദന എന്നിവയെ സുഖപ്പെടുത്താനുള്ള കഴിവ് തങ്ങളുടെ സംഗീതത്തിനുണ്ടെന്ന് റാസ്തകൾ വിശ്വസിക്കുന്നു. ഈ ഗാനങ്ങളിൽ പലതും പഴയ ക്രിസ്തീയ കീർത്തനങ്ങളുടെ താളത്തിൽ പാടുന്നവയാണെങ്കിൽ പോലും മറ്റുള്ളവ യഥാർത്ഥ റാസ്ത സൃഷ്ടികളാണ്. റാസ്തഫാരി വികസിച്ചപ്പോൾ സംഗീതം അതിന്റെ മുഖ്യ ആശയവിനിമയ മാധ്യമമായി മാറി. റാസ്തഫാരി പ്രസ്ഥാനത്തിൽ നിന്ന് വളർന്ന റെഗെ സംഗീതം ജമൈക്കൻ ഗായകനും ഗാനരചയിതാവുമായ ബോബ് മാർലി ലോകമെമ്പാടും പ്രചാരത്തിലാക്കി. റാസ്താസിനെ മുടി നീട്ടി വളർത്തി പിരിച്ചു കെട്ടുന്ന രീതിയിലാണ് സാധാരണ കാണുക. ഡ്രെഡ്ലോക്സ് എന്നാണ് ഈ ഹെയർ സ്റ്റൈൽ അറിയപ്പെടുന്നത്. ബൈബിളിൽ ഡ്രെഡ്ലോക്കുകൾ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുവെന്ന് റാസ്താസ് വിശ്വസിക്കുന്നു. ബൈബിളിലെ സാംസൺ എന്ന പോരാളിയെപ്പോലെ തങ്ങളുടെ ശക്തി മുടിയിൽ അടങ്ങിയിരിക്കുന്നു എന്നാണ് റാസ്ത വിശ്വാസം. ഏറെ സവിശേഷതകളുള്ള ഒരു പ്രസ്ഥാനമാണ് റാസ്തഫേറിയനിസം. എത്യോപ്യയിലെ ഒരു രാജാവിന്റെ കിരീടധാരണം എങ്ങനെ ജമൈക്കയിലെ ഒരു മതപ്രസ്ഥാനത്തിന്റെ ഉൽപ്പത്തിയിലേക്ക് നയിച്ചു എന്നത് ഒരു കൗതുകമുണർത്തുന്ന കാര്യമാണ്. അടിച്ചമർത്തപ്പെട്ട സമൂഹങ്ങൾക്കും തങ്ങളുടെ വ്യക്തിത്വം വീണ്ടെടുക്കാൻ പറ്റും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് റാസ്തഫേറിയനിസം. എന്നിരുന്നാലും ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ പൂർത്തിയായിട്ടുണ്ടോ ഇല്ലയോ എന്ന് വിലയിരുത്താൻ ഏതൊരു പ്രസ്ഥാനത്തിനും ആത്മപരിശോധന ആവശ്യമാണ്.